Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മളൊരു സ്ലീവിൻ്റെ എംബ്രോയിഡറി വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതാണ് നമ്മളുടെ ഡിസൈൻ വന്നിട്ട് ട്രേസ് ചെയ്ത് ഞാൻ എടുത്തിരിക്കുകയാണ്, മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ സിൽക്ക് ത്രെഡാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു 3 കളറ് സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെമ്മൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ ചെയിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. 4 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ഈ ഒരു മെത്തേഡിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് പിങ്ക് കളറിലെ ത്രെഡാണ് ഞാനിവിടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. 2 സ്ട്രാൻഡ്സ് എടുത്തതിന് ശേഷം നമ്മളത് 4ആയിട്ട് മടക്കി എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് 4 സ്ട്രാൻഡ്സ് എന്ന് ഈ പറയുന്നത്. കുറച്ചുകൂടെ കട്ടി കുറഞ്ഞിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സ്ട്രാൻഡ്സ് തന്നെ നമുക്ക് ത്രെഡ് എടുത്തിട്ട് തീരെ തിന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ കുറച്ച് തിക്കിലാണ് ഞാനിവിടെ സ്റ്റെമ്മൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ബാക്കി സ്റ്റെംസിനൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവറാണ് ചെയ്യുന്നത്. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റർ ഭാഗത്ത് 2 പെറ്റൽസ് ഉണ്ട്. ആ ഒരു പെറ്റൽസ് ഈ ഒരു മജന്ത ഷെയ്ഡ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരു പെറ്റലും കൂടെ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അതൊരു 5 ടൈംസ് നീഡിലിൽ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ത്രെഡ് കൊടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് യെല്ലോ കളറിലെ ത്രെഡ് എടുക്കാം. യെല്ലോ കളർ ത്രെഡ് എടുത്തിട്ട് അതിന് ചുറ്റിനുമാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതും ബുള്ളിയൻ സ്റ്റിച്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പെറ്റിൽ ഒരു സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നീഡിൽ കുത്തുമ്പോൾ കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ട് വേണം നീഡിൽ എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇതൊരു 12 ടൈംസ് ഞാൻ നീഡിലൊന്ന് ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പെറ്റിൽ നമുക്കിതുപോലെ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സെക്കൻഡ് പെറ്റിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ആദ്യം ചെയ്ത പെറ്റലിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് നമുക്ക് അടുത്ത പെറ്റിൽ കൊണ്ടുപോകാം. അങ്ങനെ ഇങ്ങനെയാണ് ബുള്ളിയൻ റോസ് നമ്മൾ ചെയ്ത് പോകുന്നത്. കോട്ടൺ ത്രെഡ്സിലാണ് ചെയ്യുന്നെങ്കിൽ 6 സ്ട്രാൻഡ്സിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് കട്ടിയുള്ള ത്രെഡാണല്ലോ അത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അത് യൂസ് ചെയ്താൽ മതിയാവും. അടുത്ത പെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പെറ്റിലിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് ഈ ഒരു ബുള്ളിയൻ സ്റ്റിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് പറ്റിയതായിട്ടുള്ള ഒരു ഡിസൈനാണിത്. പിന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്റ്റിച്ചസൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്നാൽ പെറ്റൽസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ 3 ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ കുറച്ച് നോട്ട്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് ഞാനൊരു 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടൈംസ് 3 ഭാഗത്തായിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് ഈ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റെമ്മിനും നമ്മൾ ലീഫ് കൊടുക്കുന്നത്. അതും ലേസി ഡേസി സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ ആകെ വന്നിട്ടുള്ള സ്റ്റിച്ചസ് ബുളിയൻ സ്റ്റിച്ചും ലേസി ഡേസിയും ചെയിൻ സ്റ്റിച്ചും മാത്രമേ നമുക്കിവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ സ്റ്റെംസിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. പിന്നെ ലീഫിനൊക്കെ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെമ്മിനും ഒക്കെ നമുക്കൊന്ന് ഈ ലേസി ഡേസി സ്റ്റിച്ചൊന്ന് ചെയ്ത് കൊടുക്കാം. ഫൈനൽ ഔട്ടിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഫ്ലവേഴ്സും ലീഫും സ്റ്റെമ്മും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് എംബ്രോയ്ഡറി ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു, ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്